എല്ലാവർക്കും എൻ്റെ നമസ്കാരം. എന്നെ മനസ്സിലായി കാണുമല്ലോ. എൻ്റെ പേര് മുരളി മേനോൻ. ഞാനൊരു ടീച്ചറാണ്. പിന്നെ വേൾഡ് വാട്ടർ തെറപ്പി ഡേയുടെ സ്ഥാപകനും കൂടിയാണ്. ഇതെൻ്റെ മൂന്നാമത്തെ വീഡിയോ കേട്ടോ. നിങ്ങൾ മറ്റേ വീഡിയോ പാർട്ട് 1ഉം പാർട്ട് 2ഉം കണ്ടു കാണുമല്ലോ. പാർട്ട് 1ലാണ് എല്ലാം വിവരിച്ചിട്ടുള്ളത്. പിന്നെ അത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് പാർട്ട് 2ൽ വിവരിച്ചിട്ടുള്ളത്. ഇപ്പോൾ പാർട്ട് 3ലും വിവരിക്കാൻ പോകുന്നത്. എന്തുകൊണ്ട് ഉപ്പ് കഴിക്കണം, ഉപ്പ് കഴിച്ചിട്ട് ചൂടുവെള്ളം കുടിക്കാൻ പാടുള്ളൂ എന്ന് ഞാൻ പറയാനുള്ള കാരണം. അതായത് എന്ത് ഉപ്പാണ് ഉപയോഗിക്കുകയാണെന്ന് നിങ്ങൾക്കറിയാലോ. അറിയൂലേ? എന്ന് പ്രതീക്ഷിക്കാം. വീണ്ടും പറഞ്ഞുതരാം. എങ്കിലും ഉപ്പുകല്ല്, നമ്മുടെ ഉപ്പുകല്ലില്ലേ, സൂര്യനിൽ ചുവണപ്പിച്ച് സമുദ്രത്തിനെടുത്ത ഉപ്പുകല്ല്, ആ ഉപ്പുകല്ല്, അല്ലെങ്കിൽ ഹിമാലയൻ സാൾട്ട് എന്ന് പറയുമല്ലോ, ഇന്ദുപ്പ്, ഇത് രണ്ടിൽ ഏത് വേണമെങ്കിൽ ഉപയോഗിക്കാം. കാരണം ഇതിനകത്ത് ആണല്ലോ 93, 82, 93 ഒക്കെ ധാതു ലവണങ്ങളുള്ളതേ. അതാണ് ഇതിൻ്റെ പ്രാധാന്യമേ. പിന്നെ എന്താ പറ്റുന്ന വെച്ചാൽ, നമ്മൾ പറയാറുള്ള പോലെ ഉപ്പില്ലാത്ത വല്ല കറിയുണ്ടോ? പിന്നെയും പറയാണ്ടല്ലോ, ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും. എന്നാൽ ഇങ്ങനെ ഞാൻ പറയാൻ പോകുന്നത്, ഉപ്പ് തിന്നിട്ട് വെള്ളം കുടിക്കണം. ഏത്? ഇളം ചൂടുവെള്ളം കേട്ടോ. അപ്പോഴാണ് നമ്മുടെ ജീവിതത്തിന് സുഖം കിട്ടി. നിങ്ങളുടെ ഡെങ്ക് ഫീവറിനെ കംപ്ലീറ്റ് മാറ്റി എടുക്കണ്ടേ. അപ്പോൾ എന്താ പറ്റുന്ന വെച്ചാൽ, ഉപ്പ് കഴിച്ച് കഴിഞ്ഞിട്ട് എന്തുകൊണ്ട് വെള്ളം കുടിക്കണം? ചിലവർ ആലോചിക്കുന്നുണ്ടാവും, എന്തുകൊണ്ട് വെള്ളത്തിൽ ഉപ്പിട്ട് കുടിച്ചുകൂടാന്ന് അല്ലേ? ആ ചോദ്യം വന്നേക്കാം തീർച്ചയായും. അതെന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉപ്പ് വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ അതിനകത്തൊരു വിദ്യാജാലക്കാരനുണ്ടേ. എന്താ അറിയോ? മെഗ്നീഷ്യം. ആ മെഗ്നീഷ്യം എന്ന് വെച്ചാൽ നമ്മൾ പറയാറുള്ളത് വാട്ടർ ഹംഗ്രി മോളിക്കൂൾ എന്നാണ്. വെള്ളം കണ്ട അപ്പം അതിന് മുഴുവൻ വലിച്ചെടുക്കും. അപ്പോൾ ആ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ദേഹം ഹൈഡ്രേഷൻ കിട്ടില്ല, ഹൈഡ്രേറ്റ് ആവില്ല. അതുകൊണ്ടാണ് ഞാൻ പറയാൻ കാരണം, ഉപ്പ് കഴിച്ച് 3 മിനിറ്റ് കഴിഞ്ഞ് അല്ലെങ്കിൽ 2 മിനിറ്റ് അത് അലിഞ്ഞ് കഴിഞ്ഞ ശേഷം ചുടുവെള്ളം മെല്ലെ മെല്ലെ കുടിക്കാൻ പറയുന്നതിൻ്റെ കാര്യം മനസ്സിലായോ? അപ്പോൾ ഇത് ഉപ്പ് കഴിച്ചു കഴിഞ്ഞാൽ അത് ഉള്ളിലേക്ക് അലിയണല്ലോ. അപ്പം തന്നെ നമ്മുടെ ദേഹത്ത് ശേഷിയുള്ള മറ്റുള്ള മിനറലുകളൊക്കെ ഉണ്ടല്ലോ പലതും. അപ്പോൾ അതിനെയൊക്കെ ഒന്ന് നമ്മുടെ ഉപ്പുക്കൽ വേറെ കഴിവണ്ടേ, അതൊന്ന് തയ്യാറാക്കി എടുക്കുക. പിന്നെ അതിന് ശേഷമുള്ള ചൂടുവെള്ളം കുടിക്കുന്നത്. അപ്പോൾ ചൂടുവെള്ളം കുടിക്കുമ്പോൾ ആണല്ലോ ഹൈഡ്രോ ഇലക്ട്രിസിറ്റി ഉത്പാദനം നടക്കുന്നതേ. അതായത് നിങ്ങളുടെ ഊർജ്ജോത്പാദനം. കാരണം ജലത്തിന് മാത്രമല്ല പ്രത്യേക കഴിവ് ഊർജം ഉത്പാദിപ്പിക്കാനുള്ളത്. കാരണം ചൂട് കൂടും. അപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഉപ്പ് കഴിച്ചപ്പോൾ അത് മറ്റുള്ളതിനെ ആക്റ്റീവ്, സോഡിയമാണല്ലോ, ആക്റ്റീവ് ആക്കുകയാണല്ലോ. അപ്പോൾ പിന്നെ ചൂടുവെള്ളം ചെല്ലുമ്പോൾ ചുടുവെള്ളത്തിന് ഇങ്ങനെ അതില്ലേ, അപ്പോൾ ഈ കാൽസ്യം ഉണ്ട്. വെള്ളം നിങ്ങൾ കണ്ടില്ലേ, വെള്ളം തിളപ്പിച്ച് കഴിഞ്ഞാൽ ആ കാൽസ്യം അങ്ങനെ കംപ്ലീറ്റ് മുകളിലേക്ക് വന്ന് മാറിപ്പോവും. എന്ന മാതിരി ഈ ചുടുവെള്ളം ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ദേഹത്തിൽ കാൽസ്യം ഉണ്ടല്ലോ, കാൽസ്യം കംപ്ലീറ്റ് അങ്ങനെ വേറെ വേറെ വന്നിട്ട് അവർ തമ്മിൽ ആലിംഗനങ്ങൾ നടത്തി. അപ്പോൾ കാൽസ്യത്തിൻ്റെ ആലിംഗനം നടന്നു കഴിഞ്ഞ് ശേഷം പിന്നെ എന്താ നടക്കറിയോ? കാൽസ്യത്തിന് പ്രത്യേക കഴിവാണ്. മറ്റുള്ള എല്ലാ ന്യൂട്രിയൻസ് ഉണ്ടല്ലോ, മാംഗനീസ് ഉണ്ട്, പിന്നെന്താണ് മെഗ്നീഷ്യം ഉണ്ട്, ക്രോമിയം ഉണ്ട്, കോപ്പറുണ്ട്, അങ്ങനെ പല. അപ്പോൾ ഒരു ഫുഡ് ട്രെയിൻ അങ്ങനെ ഉണ്ടാക്കണമെങ്കിൽ അതിന് പ്രത്യേക ആവശ്യമാണ്. ഉപ്പ് കഴിഞ്ഞാൽ പിന്നെ കാൽസ്യം. അപ്പോൾ ഊർജം തന്നത് വെള്ളം, മനസ്സിലായല്ലോ. അപ്പോൾ ഫുഡ് ട്രെയിൻ ഉണ്ടാക്കും. അപ്പോൾ കാൽസ്യത്തിൻ്റെ ടൈൽസിലാണ്, അതിൻ്റെ വാലിലാണ് പിടിച്ച് നിൽക്കണം മറ്റുള്ള ധാതു ലവണങ്ങളെ. അപ്പോഴാണ് പെട്ടെന്ന് നമ്മുടെ ദേഹത്തേക്കത് സഞ്ചരിക്കുന്നതേ. കാരണം നിങ്ങൾക്ക് ഡെങ്ക് ഫീവർ അല്ലേ, ഡെങ്ക് വൈറസിൻ്റെ അറ്റാക്ക് നടന്നിരിക്കണേ. അപ്പോൾ ദേഹത്തുള്ള മിനറൽസൊക്കെ കുറഞ്ഞേ, നിങ്ങളുടെ ബോഡി എനർജി കുറഞ്ഞ സമയമാണേ.
അപ്പോൾ ഈ ഉപ്പും വെള്ളവും ചൂടും കൂടി ചേർന്നപ്പോൾ നിങ്ങളുടെ എനർജി ലെവലൊന്നും മെല്ലെ മെല്ലെ അങ്ങ് പൊങ്ങി വരുവേ. മനസ്സിലായോ? അതാണ് ഇതിൻ്റെ പ്രത്യേക സയൻസേ. എന്നിട്ട് അപ്പോൾ സംഭവിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വൈറ്റ് ബ്ലഡ് സെൽസിനും ഇമ്മ്യൂണിറ്റി ലെവൽ കൂട്ടും, നിങ്ങളുടെ ദേഹത്തിൻ്റെ ഇമ്മ്യൂണിറ്റി ലെവൽ കൂടി. പിന്നെ ഞാൻ പറഞ്ഞിരുന്നല്ലോ കഴിഞ്ഞ പാർട്ട് 1 വീഡിയോയിലെ, അതായത് ഈ ഡെങ്ക് വൈറസ് അറ്റാക്ക് ചെയ്യുന്നത് വൈറ്റ് ബ്ലഡ് സെൽസിലാണ്. അതിനെ ബ്ലാസ്റ്റ് ചെയ്യും. അപ്പോൾ അതിനകത്തുനിന്ന് ഫ്ലൂയിഡ് വരും. ആ ഫ്ലൂയിഡ് ലങ്സിലേക്ക് പോകുന്നുള്ളത്. അപ്പോൾ ലങ്സ് കഞ്ചഷൻ ആവുകയും അതിനെ ക്ലിയർ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഉപ്പിന് പ്രധാന കഴിവുണ്ട് അതിന് ക്ലിയർ ചെയ്യാൻ. പിന്നെ ഉപ്പാണ് വളരെ വൈറ്റൽ ഫോർ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. കാരണം നിങ്ങളുടെ ന്യൂറോ ട്രാൻസ്മിഷൻ സിസ്റ്റം വർക്ക് ചെയ്യണേ. കാരണം ഈ ഫീവറും തലവേദനയൊക്കെ വന്നിട്ടേ ഒക്കെ വളരെ വീക്കായിരിക്കണേ. കമ്മ്യൂണിക്കേഷൻ എവിടെ എത്തുന്നില്ലേ. അപ്പോൾ ഈ ഉപ്പ് ചെല്ല് കഴിഞ്ഞിട്ട് വെള്ളം കുടിക്കുമ്പോൾ കമ്മ്യൂണിക്കേഷൻ അങ്ങനെ ആക്റ്റീവായി, നിങ്ങളുടെ ന്യൂറോ ട്രാൻസ്മിറ്റർ അങ്ങനെ വർക്ക് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഒരു 3-4 ദിവസം കൊണ്ട് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാം കംപ്ലീറ്റ് മാറും. പിന്നെ ഉപ്പിന് വേറൊരു കഴിവുണ്ട്, നിങ്ങളുടെ മസിൽ ക്രാമ്പിനെ ശരിയാക്കാനും പിന്നെ വേറെ എവിടെയെങ്കിലും. കാരണം നമ്മൾ പറയാറുണ്ട് സാൾട്ട് ഡെഫിഷ്യൻസി ഈസ് മിനറൽ ഡെഫിഷ്യൻസി. അതിൻ്റെ മനസ്സിലായോ? ഉപ്പ് ദേഹത്ത് കുറഞ്ഞാൽ മറ്റുള്ള മിനറൽസും ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ ദേഹത്ത് കുറയുകയും. അപ്പോൾ അത് വളരെ പ്രാധാന്യമാണ്. കാരണം നിങ്ങൾക്ക് ഡെങ്ക് ഫീവർ വരുമ്പോൾ നിങ്ങളുടെ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കണ്ടേ. അപ്പോൾ ഇതിനൊക്കെ ആവശ്യമാണ്. അതാണ് ഉപ്പിൻ്റെ പ്രാധാന്യമായ കാര്യങ്ങൾ നിങ്ങൾക്ക് ഡെങ്ക് ഫീവർ വരുമ്പോൾ. അപ്പോൾ ഇതിൽ കൂടുതൽ എന്തെങ്കിലും നിങ്ങൾ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് പിന്നെ വേൾഡ് വാട്ടർ തെറപ്പിയുടെ പേജ് ഉണ്ടല്ലോ ഫേസ്ബുക്കിൽ, അത് ലൈക്ക് ചെയ്തിട്ട് നിങ്ങൾ മെസ്സേജ് അയക്കൂ. മെസ്സേജ് കിട്ടുമേ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ 3ാമത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു വരുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഉപ്പിൻ്റെ പ്രാധാന്യം എന്താണെന്നുള്ളത്. അപ്പോൾ ഒരുവിധം മനസ്സിലാക്കാണെന്ന് വിചാരിക്കുന്നു ഇതിൻ്റെ പ്രതിവിധികൾ. ഡെങ്ക് ഫീവർ വന്നാൽ നിങ്ങളെങ്ങനെ 4 ദിവസം കൊണ്ട് നിങ്ങൾ അസുഖം മാറ്റി എങ്ങനെ എടുക്കാമെന്നുള്ളത്. അപ്പോൾ ഇനി എൻ്റെ ഒരു റിക്വസ്റ്റ് ഉള്ളത്, ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, പിന്നെ ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ. പക്ഷേ സാധിക്കുമെങ്കിൽ ഇതിനെ സബ്സ്ക്രൈബ് ചെയ്യൂ. അപ്പോഴല്ലേ മറ്റുള്ള ആൾക്കാർക്ക് എത്തുള്ളൂ. കാരണം ഇൻഫർമേഷൻ എല്ലാവർക്കും എത്തണേ. അപ്പോൾ പല ജീവിതങ്ങളിൽ നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റും. അതാണ് ഞാനിവിടെ പറഞ്ഞു വരുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ ഉപ്പിനെ വെറുതെ നിസ്സാരനായി തള്ളരുത് കേട്ടോ. ഉപ്പ് വളരെ വളരെ പ്രധാനപ്പെട്ടുള്ളതാണ്. ഓക്കെ, ശരി. ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ പുതിയ വിഷയമായിട്ട് കാണാം കേട്ടോ. താങ്ക്സ്. യു ആൾ ടേക്ക് കെയർ. ആൻഡ് നൗ ഐ ടോട്ട് യു how to fight against dengue fever. Thank you so much.